CMRL എക്സാലോജിക് പണമിടപാട് കേസിൽ മുഹമ്മദ് റിയാസിന്റെ അടുപ്പക്കാരിലേക്ക് അന്വേഷണം വ്യാപിപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. അതിന്റെ ഭാഗമായാണ് കഴിഞ്ഞ ദിവസം വ്യാപകമായ റെയ്ഡ് കോഴിക്കോട് 8 ഇടങ്ങളിൽ ആയിരുന്നു ഇ.ഡി. റെയ്ഡ് നടത്തിയത്. CPIഎമ്മിന്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം പി നിഖിലിന്റെ ഫ്ളാറ്റിൽ ഉൾപ്പെടെയായിരുന്നു ഈ മണിക്കൂറുകൾ നീണ്ട പരിശോധന. റെയ്ഡിൽ നിന്നും കണ്ടെത്തിയ തെളിവുകളെക്കുറിച്ച് ഇ.ഡി. വ്യക്തത വരുത്തിയിട്ടില്ല. ഇനി ഇവരെ ചോദ്യം ചെയ്യലിന് വിളിപ്പിക്കുമോ എന്നതിലൊക്കെയാണ് കൂടുതൽ വ്യക്തത കൈവരേണ്ടത്. അതേസമയം മാസപ്പടി കേസിന്റെ പേരിൽ ഇ.ഡി. വേട്ടയാടുകയാണ് എന്നാണ് മുഹമ്മദ് റിയാസ് പറയുന്നത്. കേസിൽ നിയമവിരുദ്ധമായ ഒന്നും ഇ.ഡിക്ക് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. അടിസ്ഥാനരഹിതമായ കാര്യങ്ങളാണ് പ്രചരിപ്പിക്കുന്നത്. തൻ്റെ സുഹൃത്തുക്കളെ റെയ്ഡിന്റെ ഭാഗമായി ചോദ്യം ചെയ്തുവെന്നും മാന്യമായി ബിസിനസ് ചെയ്യുന്നവരെ വേട്ടയാടുകയാണ് എന്നും അദ്ദേഹം പറയുന്നുണ്ട്. ഭയപ്പെട്ട് ഓടില്ല, വിഷയത്തെ രാഷ്ട്രീയമായി നേരിടും. എക്സാലോജിക് ഇടപാട് നിയമപരമാണ്. ലേക്കർ ഇന്ത്യ പുതിയ സ്ഥാപനമല്ല. തൻ്റെ നാമനിർദ്ദേശ പത്രികയിൽ ഇതിന്റെ വിശദാംശങ്ങൾ ഉണ്ട് എന്നും റിയാസ് കൂട്ടിച്ചേർത്തു. ഗവൺമെന്റ് മാറി പുതിയ ഗവൺമെന്റ് വന്ന ഉടനെ തന്നെ റെയ്ഡ് നടന്നു. കോഴിക്കോട് റെയ്ഡ് നടന്നു. റെയ്ഡിൽ ഒന്നും തന്നെ നിയമവിരുദ്ധമായ ഒരു കാര്യം തന്നെ കിട്ടിയില്ല. തിരുവനന്തപുരത്തും കിട്ടിയില്ല, കോഴിക്കോടും കിട്ടിയില്ല. ആ റെയ്ഡിന്റെ സമയം നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. ആ റെയ്ഡിന്റെ സമയത്ത് ടൈപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു മെഷീൻ ഉള്ളോട്ട് കൊണ്ടുപോയപ്പോൾ അതാ നോട്ടുകൾ പിടിച്ചു കിട്ടി. നോട്ടെണ്ണുന്ന മെഷീനാണത് എന്ന വാർത്തകൾ ഉൾപ്പെടെ വന്നിരുന്നു. അപ്പോൾ ഒരു നിയമവിരുദ്ധമായ ഒരു സംഗതി ഒന്നും കിട്ടിയിട്ടില്ല. അതെന്തെങ്കിലും കിട്ടിയിരുന്നെങ്കിലുള്ളൊരു സ്ഥിതി നിങ്ങളൊന്ന് ആലോചിച്ചു. അത് കഴിഞ്ഞ് ഇപ്പോൾ വീണ ഇതാ ഒരു പുതിയ സ്ഥാപനം ലേക്കർ എന്ന സ്ഥാപനം തുടങ്ങിയെന്ന് പറഞ്ഞ് അതുമായി ബന്ധപ്പെട്ട് വാർത്തകൾ വരുന്നു. അതൊരു പുതിയ സ്ഥാപനം ഒന്നല്ല. സംശയം ഉണ്ടെങ്കിൽ എൻ്റെ നോമിനേഷൻ പേപ്പർ നോക്കിയാൽ മതി. എന്തെങ്കിലും ഒളിച്ചു വെച്ച് തുടങ്ങിയ ഒരു സ്ഥാപനമല്ല, പരസ്യപ്പെടുത്തിയാണ് നോമിനേഷനിൽ എഴുതിയ സ്ഥാപനമാണ്. വീണ എന്ന് പറഞ്ഞാൽ ഒരു സ്വതന്ത്ര വ്യക്തിയാണ്. അവർ ഒരു ബിസിനസ് നടത്തരുത് എന്ന് ഭരണഘടനാപരമായി ആർക്കും പറയാൻ പറ്റില്ല. പിന്നെ അവരുടെ കുടുംബ പശ്ചാത്തലത്തിൻ്റെ ഭാഗമായി സർക്കാരിനെ സ്വാധീനിച്ചോ മറ്റു സ്വാധീനങ്ങളിലൂടെയോ ബിസിനസ് നടത്തുന്നതാണ് തെറ്റ്. അതും ഈ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് പരിശോധിക്കാവുന്നതാണ്. അതേസമയം ഇ.ഡിയുടെ നീക്കത്തിനെതിരെ CPIഎം രംഗത്തെത്തിയിട്ടുണ്ട്. രാഷ്ട്രീയ പകപോക്കൽ ആണ് ഇ.ഡി നടത്തുന്നത് എന്നതാണ് CPIഎമ്മിന്റെ പ്രതിരോധം. മുഹമ്മദ് റിയാസിനെതിരായിട്ടുള്ള കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് അവർ ശ്രമിക്കുന്നത്. അതിൽ യാതൊരു വസ്തുതയില്ലാതാണ് എല്ലാവർക്കും അറിയാം. ഒരു വസ്തുതയില്ലാത്ത കാര്യം വസ്തുതയാണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട് കുറേ മാധ്യമങ്ങളും അതുപോലെ തന്നെ ഇ.ഡിയും ഇവിടെ കേരളത്തിലെ UDFന്റെ ഗവൺമെൻറ്റും കേന്ദ്രത്തിലെ BJP ഗവൺമെൻറ്റും എല്ലാം ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാണ് ഞാൻ നേരത്തെ പറഞ്ഞതിൻ്റെ അർത്ഥം. ഇനിയിപ്പോൾ അതൊരു വ്യക്തിപരമായ കേസായിട്ട് മാറ്റാൻ പറ്റില്ലല്ലോ. കാരണം പാർട്ടിയുടെ നേതാക്കളെ ലക്ഷ്യം വെക്കുമ്പോൾ ഞങ്ങളിതിനെ ആ കേസുമായിട്ട് ഞങ്ങൾക്ക് ഇതിൻ്റെ ഭാഗമായിട്ട് വേറൊന്നുമില്ല. രാഷ്ട്രീയമായിട്ട് വരുമ്പോൾ അതിനെ രാഷ്ട്രീയമായിട്ട് നേരിടുക എന്നുള്ളതാണ് നേരത്തെ ഞങ്ങളെടുത്ത നിലപാട്. ആ നിലപാട് ഇനിയും തോട്ടും. അതിപ്പം റിയാസിനെതിരായിട്ട് വന്നാലും അതുപോലെ തന്നെ പാർട്ടിയുടെ നേതാവ് അവിടുത്തെ ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പർക്കെതിരായിട്ട് വന്നാലും ഒക്കെ ഞങ്ങൾ ആ നിലപാടാണ് സ്വീകരിക്കുക. രാഷ്ട്രീയമായിട്ട് ഇതിനെ നേരിടാൻ തന്നെയാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. അതിൽ പിന്നെ വേറെ വിട്ടുവീഴ്ചയൊന്നും ചെയ്യേണ്ട യാതൊരു കാര്യവും. ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം ഇതാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം. ജനങ്ങൾക്കും അറിയാം. ഇപ്പോൾ വാർത്തയുടെ വിശദാംശങ്ങളുമായി MS അനീഷ് കുമാറാണ് ചേരുന്നത്. അനീഷ്, ഈ വിഷയത്തിൽ നേരത്തെ തന്നെ CPIഎമ്മിന്റെ നിലപാട് ഇതാണ്. രാഷ്ട്രീയ ഗൂഢാലോചനയാണിത്. അതിന്റെ ഭാഗമായി ഇ.ഡി രാഷ്ട്രീയം കളിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോഴും അത് ആവർത്തിക്കുക തന്നെയാണ്. പക്ഷേ ഇ.ഡിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴിതാ മുഹമ്മദ് റിയാസിന്റെ കൂട്ടാളികളിലേക്ക് ഉൾപ്പെടെ ഇ.ഡി എത്തിയിരിക്കുന്നു, പരിശോധനകൾ നടത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. നേരത്തെ നമുക്കറിയാം ഇ.ഡി തന്നെ തിരുവനന്തപുരത്തെ വസതിയിൽ വീണയുടെ വസതിയിൽ പരിശോധന നടത്തിയിരുന്നു. ആ സമയത്തും ഒന്നും ലഭിച്ചില്ല എന്നതൊക്കെയായിരുന്നു CPIഎമ്മിന്റെ പ്രതികരണം. പക്ഷേ അന്ന് അവിടെ നിന്ന് ലഭിച്ച ഡയറിയുടെയും മറ്റു വിശദാംശങ്ങളുടെയും അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പരിശോധന നടന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇ.ഡി അങ്ങനെ എല്ലാ കാര്യങ്ങളും പുറത്തു പറയണമെന്നില്ല. ഇ.ഡി ഈ വിമർശനങ്ങളോ അല്ലെങ്കിൽ രാഷ്ട്രീയമായ എതിർപ്പുകളോ ഒക്കെ അവഗണിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട്, അങ്ങനെയല്ലേ മനസ്സിലാക്കേണ്ടത്?
തീർച്ചയായും അങ്ങനെ വേണം നമുക്ക് കരുതാൻ. പക്ഷേ ഈ റെയ്ഡുമായി ബന്ധപ്പെട്ട ഒരു വ്യക്തത ഇപ്പോഴും IDയുടെ ഭാഗത്തുനിന്നും ഉണ്ടായില്ല. എന്ത് സാഹചര്യത്തിലാണ് ഈ ആളുകളുടെ, അതായത് PA മുഹമ്മദ് റിയാസുമായി ഏറെ അടുത്ത ബന്ധം പുലർത്തുന്ന അദ്ദേഹത്തിൻ്റെ പാർട്ടിയിലെ സഹപ്രവർത്തകർ അല്ലെങ്കിൽ അദ്ദേഹത്തോടൊപ്പം പഠിച്ച ആളുകളുടെ വീടുകളിൽ പോലും റെയ്ഡ് നടത്തേണ്ട വന്ന ഒരു സാഹചര്യം എന്ത് എന്നിപ്പോഴും വ്യക്തമായി പറഞ്ഞിട്ടില്ല. നേരത്തെ മെയ് 27 ടി വീണയുടെ തിരുവനന്തപുരത്തെ വീട്ടിലും മുഹമ്മദ് റിയാസിൻ്റെ കോഴിക്കോട്ടെ വീട്ടിലും റെയ്ഡ് നടത്തിയിരുന്നു. അന്ന് നമുക്കറിയാം നാടകീയമായ സംഭവങ്ങളൊക്കെ ഈ പിണറായിയുടെ വീട്ടിൽ നടത്തിയപ്പോൾ ഉണ്ടാവുകയും വലിയ പ്രകോപനമൊക്കെ ഉണ്ടാവുന്ന സാഹചര്യവും ഈ റെയ്ഡിനെ നേരിട്ട് എതിർക്കുന്ന അവസ്ഥയിലേക്ക് പോലും കാര്യങ്ങൾ നീങ്ങിയിരുന്നു. പക്ഷേ ഇപ്പോൾ അതിൻ്റെ ആ ഒരു പ്രതിഷേധത്തിൻ്റെ തോത് കുറഞ്ഞിട്ടുണ്ട്. ഇന്നലെ രാവിലെ മുതൽ രാത്രി വരെ റെയ്ഡ് നടന്നെങ്കിലും CPM-ന്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗത്തിൻ്റെ വീട്ടിൽ വരെ റെയ്ഡ് നടന്നെങ്കിലും അതിനെ ഒരു എതിർക്കുന്ന രീതിയിലേക്കൊന്നും പ്രവർത്തകർ പോയില്ല. നേതാക്കളൊക്കെ ആ വീടുകളിൽ എത്തുകയും ഇവരെ സന്ദർശിക്കുകയും ഒക്കെ ചെയ്ത് മടങ്ങുന്ന സാഹചര്യമാണ് ഉണ്ടായത്. പക്ഷേ അല്പസമയം മുമ്പും മുഹമ്മദ് റിയാസ് പറഞ്ഞത് തൻ്റെ വീട്ടിൽ നടത്തിയ റെയ്ഡിൽ ഒരു കടലാസ് കഷ്ണം പോലും കണ്ടെടുക്കാൻ EDക്ക് കഴിഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ നിയമവിരുദ്ധമായി എന്തെങ്കിലും കാര്യങ്ങൾ തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ്. പക്ഷേ BDയുടെ ഭാഗത്തു നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് വീണയുടെ വീട്ടിൽ റെയ്ഡ് നടത്തിയപ്പോൾ ചില ഡയറിയും മറ്റു ചില അക്കൗണ്ട് രേഖകളും ഒക്കെ കിട്ടിയിരുന്നു. അതുമായി ബന്ധപ്പെട്ടാണ് ലേക്കർ ഇന്ത്യ എന്ന ഒരു സ്ഥാപനം ടി വീണയ്ക്ക് ഉണ്ടായിരുന്നു. ആ സ്ഥാപനം ഒരു ഷെൽ കമ്പനി പോലെ പ്രവർത്തിച്ചിരുന്നു എന്ന ചില സംശയങ്ങളൊക്കെ അവർക്കുണ്ട്. പ്രത്യേകിച്ചും കോഴിക്കോടാണ് ഈ സ്ഥാപനം രജിസ്റ്റർ ചെയ്തിരുന്നത്. അവിടെ ഹോൾസെയിലായും റീറ്റെയിലായും സാധനങ്ങൾ സംഭരിക്കുകയും വെയർഹൗസ് രീതിയിൽ സംഭരിക്കുകയും പിന്നീട് വിതരണം ചെയ്യുകയും ചെയ്യുന്ന ഒരു സ്ഥാപനമാണ്. പക്ഷേ അവിടെ നടന്നത് കൂടുതൽ മെഡിക്കൽ എക്യുപ്മെൻസിൻ്റെ ഒരു വിതരണം എന്ന രീതിയിലാണ്. അതുമായി ബന്ധപ്പെട്ട ചില ആളുകളെയും ചോദ്യം ചെയ്തിരുന്നു. ഒപ്പം റിയാസുമായി ഏറെ അടുത്ത ബന്ധം പുലർത്തിയിരുന്ന ആളാണ് P. നിഖിൽ എന്ന ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം. നേരത്തെ അദ്ദേഹം DYFയുടെ നേതാവായിരുന്നു. അദ്ദേഹത്തിന് ഒരു പരസ്യ കമ്പനിയുണ്ട്. ഈ പരസ്യ കമ്പനിക്കെതിരെ നേരത്തെ പ്രതിപക്ഷമായിരുന്നപ്പോൾ UDF വലിയ ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടാണ്. കാരണം സർക്കാരിൻ്റെ പല പദ്ധതികളും ഇവർക്ക് ലഭിക്കുന്നു എന്നടക്കമുള്ള ആരോപണങ്ങളാണ് മുന്നോട്ട് വയ്ക്കുകയും ചെയ്തത്. അതുകൊണ്ട് നിഖിലിൻ്റെ വീട്ടിലെ റെയ്ഡ് രാവിലെ മുതൽ ഏതാണ്ട് രാത്രി വരെ നീളുന്ന സാഹചര്യമുണ്ട്. പക്ഷേ അപ്രതീക്ഷിതമായ മറ്റു ചില വീടുകളിലെയും അല്ലെങ്കിൽ സ്ഥാപനങ്ങളിലെയും റെയ്ഡാണ് ഏറെ ശ്രദ്ധേയമായത്. ഇതിൽ ഏറ്റവും പ്രധാനം DTPC ഡെസ്റ്റിനേഷൻ മാനേജർ നന്ദുലാലിൻ്റെ വീട്ടിൽ നടത്തിയ റെയ്ഡാണ്. അദ്ദേഹം PA മുഹമ്മദ് റിയാസുമായി അടുത്ത ബന്ധം പുലർത്തിയതാണ്. ഒപ്പം ഈ KCK ഡെൻ്റൽ ആൻഡ് സർജിക്കൽ ഉടമ ഷൈജൽമലിൻ്റെ പൊറ്റമലിലെ അപ്പാർട്ട്മെൻറ്റിലും ഒപ്പം സരോവരത്തെ സ്ഥാപനത്തിലും റെയ്ഡ് നടത്തി. ഈ സ്ഥാപനത്തിൻ്റെ ഉടമയ്ക്ക് ഈ ഷൈജലിന് ടി വീണയുമായി സഹ ഉടമസ്ഥാവകാശം ഈ സ്ഥാപനത്തിലുണ്ട് എന്നതാണ് ഇവരുടെ ഒരു ഇതിനുള്ള കാര്യമായി പറയുന്നത്. അങ്ങനെയാണ് ഈ മെഡിക്കൽ സർജിക്കൽ ഉപകരണങ്ങളും മറ്റുമൊക്കെ അവിടെ നിന്നും പുറത്തേക്ക് കൊണ്ടുപോകാൻ അല്ലെങ്കിൽ വിൽപ്പന നടത്താൻ കഴിഞ്ഞെന്നാണ് പറയുന്നത്. ഒപ്പം പന്തീരാങ്കാവ് സ്വദേശി വാരിഷ് കളത്തിങ്കൽ ഉടമസ്ഥയിലുള്ള ക്യാപിറ്റൽ മാർബിൾസ് ആൻഡ് ഗ്രാനൈറ്റ്, കാരപ്പറമ്പ് സ്വദേശി ഷബീസ് മുഹമ്മദിൻ്റെ വീട്, മുഹമ്മദ് റിയാസിൻ്റെ സഹപാഠിയായ ഫൈജാസിൻ്റെ വീട് എന്നിവിടങ്ങളിലൊക്കെ റെയ്ഡ് നടത്തുകയും ചെയ്യുന്നു. ഈ ബന്ധങ്ങളാണ് ഇനി പൂരിപ്പിക്കപ്പെടേണ്ടത്. ഈ മുഹമ്മദ് റിയാസിന് ഇവരുമായി ഉള്ളത് അല്ലെങ്കിൽ ടി വീണയ്ക്ക് ഇവരുമായി ഉള്ളത് കേവലം സൗഹൃദം മാത്രമാണോ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വ്യവസായ സംരംഭങ്ങളുണ്ടോ, അല്ലെങ്കിൽ സാമ്പത്തിക ഇടപാടുകളുണ്ടോ എന്നീ കാര്യങ്ങളിലൊക്കെ കൃത്യത ലഭിക്കേണ്ടതുണ്ട്. എന്തായാലും ഈ റെയ്ഡുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഇപ്പോഴും ED പുറത്തുവിട്ടിട്ടില്ല. എന്തൊക്കെ രേഖകൾ പിടിച്ചെടുത്തിട്ടുണ്ടെന്ന് പുറത്തുവിട്ടിട്ടില്ല. ഒപ്പം ഈ CMRL എക്സാലോജിക്ക കേസുമായി ഈ റെയ്ഡ് നടന്ന വീടുകളിലെ ആളുകൾക്ക്, ഈ വ്യവസായികളായ ആളുകൾക്ക് എന്ത് ബന്ധം എന്നതിനെക്കുറിച്ചുള്ള വിവരങ്ങളും പുറത്തുവിട്ടില്ല. എന്തായാലും തന്നെയാണ് ED ലക്ഷ്യം വയ്ക്കുന്നത് എന്ന് തന്നെയാണ് റിയാസ് പറയുന്നത്. കാരണം ആദ്യം അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയനായിരുന്നു, പിന്നീട് ടി വീണയുടെ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തുന്നു, ഒടുവിൽ അവരുടെ പങ്കാളി എന്ന രീതിയിൽ തൻ്റെ നേരെയും അന്വേഷണം നടത്തുന്നു. എന്നാൽ തൻ്റെ സഹപ്രവർത്തകരെ അല്ലെങ്കിൽ തൻ്റെ കൂടെ പഠിച്ചവരുടെ വീടുകളിലൊക്കെ പോയി എന്തിന് പരിശോധന നടത്തുന്നു എന്ന ചോദ്യമാണ് അദ്ദേഹം പറയുന്നത്. ലേക്കറിനെ കുറിച്ചും അദ്ദേഹം പറയുന്നുണ്ട്. കാരണം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ സത്യവാങ്മൂലത്തിൽ ഉൾപ്പെടുത്തിയതാണ് ഇങ്ങനെ ഒരു സ്ഥാപനമുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞതാണ്. ഒപ്പം ഈ സ്ഥാപനം ലാഭകരമായി നടന്നു പോകാൻ ഒരു സ്ഥാപനമായതുകൊണ്ട് തന്നെ ഇപ്പോൾ അത് പൂട്ടിയ അവസ്ഥയിലാണ് എന്നും അദ്ദേഹം പറയുന്നു. തൻ്റെ ഭാര്യ ആയതുകൊണ്ട് മാത്രം അവർക്ക് സംരംഭങ്ങൾ തുടക്കാൻ കഴിയില്ല, അവർ ഗംഭീരമായി സംരംഭങ്ങൾ നടത്തണം, വ്യവസായം ചെയ്യണമെന്ന് തന്നെയാണ് തൻ്റെ ആഗ്രഹമെന്നും റിയാസ് വ്യക്തമാക്കുന്നുണ്ട്. അഭിലാഷ്. യെസ്, ഇതാണ് ഇപ്പോഴത്തെ പശ്ചാത്തലം. അതായത് അനീഷ് സൂചിപ്പിക്കുന്നതനുസരിച്ച് ഈ അന്വേഷണം അത് മുന്നോട്ട് തന്നെ പോവുകയാണ്. ഇന്നലെ നടത്തിയ പരിശോധനയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഒന്നും തന്നെ ഇപ്പോൾ പുറത്തു വന്നിട്ടില്ല. അതേസമയം രാഷ്ട്രീയമായി ഈ വിഷയത്തെ നേരിടും എന്ന നിലപാട് ആവർത്തിക്കുകയാണ് ഇപ്പോൾ CPIM. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.